സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ചാണക്യനുണ്ടായിരുന്ന വീക്ഷണങ്ങളെല്ലാം തന്നെ നല്ലൊരു ശതമാനവും ശരിയാണെന്നാണ് ചാണക്യ നീതിയിൽ പറയുന്നത്. എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുന്നതിനും സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനും വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചാണക്യൻ പറയുന്ന ഫലപ്രദമായ ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചാണക്യന്റെ ഒന്നാമത്തെ നിർദ്ദേശം, സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും സത്യസന്ധതയും ധാർമ്മികതയും മുറുകെ പിടിച്ചു വേണം സ്വത്ത് സമ്പാദനത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നതിന്. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും സമ്പത്ത് നേടുന്നതിന് പകരം അത് നശിച്ചു പോകുന്നതിലേക്ക് എത്തുകയും ചെയ്യുന്നു. എളുപ്പത്തിലുള്ള സ്വത്ത് സമ്പാദിക്കുന്നതും കൂടുതൽ കാലം നിലനിൽക്കില്ല, ശാശ്വതമായിരിക്കില്ല. ഇത്തരത്തിലുള്ള എളുപ്പവഴികളെന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ചാണക്യന്റെ രണ്ടാമത്തെ നിർദ്ദേശം, എന്താണ് സമ്പാദ്യത്തിന്റെ പ്രാധാന്യം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ചാണക്യന്റെ സാമ്പത്തിക തത്വചിന്തയിൽ സമ്പാദ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് നിർബന്ധമായി നീക്കി വെക്കുന്നതിന് ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏത് അടിയന്തര ഘട്ടത്തിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, ഇതുവഴി നിക്ഷേപത്തിനുള്ള അവസരവും വർദ്ധിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ മൂന്നാമത്തെ നിർദ്ദേശം, പലപ്പോഴും കടം വാങ്ങുന്നത് ഒരു തെറ്റ് തന്നെയാണ്. ഇതൊരു മുന്നറിയിപ്പായാണ് ചാണക്യൻ പറയുന്നത്. കാരണം കടം വാങ്ങുന്ന ഒരു വ്യക്തി പതിയെ പതിയെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. ഇത് സാമ്പത്തിക ഞെരുക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ വ്യക്തിപരമായും ബിസിനസ് വളർച്ചയ്ക്കും എല്ലാം തടസ്സം സൃഷ്ടിക്കുന്നു. കടം വാങ്ങുന്നത് മാത്രമല്ല, കടം കൊടുക്കുന്നതും ശ്രദ്ധിക്കണം. തിരിച്ചു കിട്ടാതെ ഇരിക്കുമ്പോൾ അത് ആ ബന്ധത്തെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു. ബന്ധം തന്നെ അറ്റുപോകുന്നതിന് ഇത് പലപ്പോഴും കാരണമാകുന്നു. ചാണക്യന്റെ നാലാമത്തെ നിർദ്ദേശം ഇതാണ്, എപ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണം. വൈവിധ്യമുള്ള കാര്യങ്ങൾ സാമ്പത്തിക നിലനിൽപ്പിന് വേണ്ടി ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നു. എല്ലാം ഒരു മേഖലയിൽ തന്നെ നിക്ഷേപിക്കാതെ വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപിക്കുന്നതിന് ശ്രദ്ധിക്കണം. എന്നാൽ അത് അപകട സാധ്യത കുറയ്ക്കുകയും വിജയ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവഴി ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. ജീവിതം തന്നെ മികച്ചതായി മാറുന്നതിന് ഇത് വഴിയൊരുക്കുന്നു. സാമ്പത്തിക സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തന്നെയാണ്. ചാണക്യന്റെ അഞ്ചാമത്തെ നിർദ്ദേശം, ഏത് കാര്യത്തിനും തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ്. അത് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും അനിവാര്യം തന്നെയാണ്. പലപ്പോഴും ആസൂത്രണത്തോടെയും ദീർഘവീക്ഷണത്തോടെയും വേണം ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുവാൻ. സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും മികച്ചതാക്കുന്നതിന് വേണ്ടിയും അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ്. എന്നാൽ മാത്രമേ വ്യക്തികൾക്ക് അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനും ദീർഘകാല അഭിവൃദ്ധി ഉറപ്പുവരുത്തുന്നതിനും സാധിക്കുകയുള്ളൂ. കൃത്യമായ പ്ലാനിംഗ് ഓരോ കാര്യത്തിലും അനിവാര്യമാണെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിത വിജയം സുനിശ്ചിതമാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്ര നിയമത്തിലെ കുറച്ചു ഭാഗം മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.